ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. ഇതിലൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ഉണ്ട്, പിന്നെ നല്ല അടിപൊളി ഫുഡ് കോംബോ റെസിപ്പീസൊക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇന്നിപ്പോൾ വൈകുന്നേരം ചായൻ്റെ സമയത്തെല്ലാം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് വെച്ചിട്ടുള്ള പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ തന്നെ ഞാൻ പൊതിർത്തി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 കപ്പ് ഗോതമ്പാണ്. അതൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് പൊതിർത്തി വെക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കടലപ്പരിപ്പും കൂടെ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് കടലപ്പരിപ്പാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് മുങ്ങുന്ന വിധത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 3-4 മണിക്കൂർ മുന്നെയാണ് കേട്ടോ ഈ ഒരു ഇതൊന്ന് ചെയ്ത് വെക്കുന്നത്. ഇതിപ്പോൾ രാത്രിയൊക്കെയുള്ള ഫുഡാക്കാനുള്ള ഐറ്റംസ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ കേട്ടോ. ബീഫും ലിവറെല്ലാം, അപ്പോൾ അതിൻ്റെ ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടി അതൊന്ന് പുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇതാ ഗോതമ്പെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ പോയിട്ട് ഒരു 25 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്കും ഈ ഒരു ഗോതമ്പ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ അത്ര വരെ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ കടലപ്പരിപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കലാണ്. ഒരു പാത്രത്തിലേക്ക് ഇത് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് കുക്കറിലും ചെയ്യാം കേട്ടോ. പിന്നെ ചില സമയത്ത് അടിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പം ഈ ഒരു കടലപ്പരിപ്പ് വേവുന്നതിന് കുറച്ച് ലാസ്റ്റ് ടൈം ആവില്ലേ, അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് റെഡിയായതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു വെള്ളമില്ലേ, അത് കളയണ്ട. ചില സമയത്ത് നമുക്ക് വെള്ളത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ടൈമിൽ അതിന് പകരമായിട്ട് ഈ ഒരു കടലപ്പരിപ്പിൻ്റെ ഈ ഒരു വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചാൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതാ ഈ ഒരു പായസത്തിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് നോർമൽ കിട്ടുന്ന ആ ഒരു കട്ടയില്ലേ വെള്ളത്തിൻ്റെ, അങ്ങനത്തെ 6 പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കുക. ഞാനിപ്പം ഓരോന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറം കടലപ്പരിപ്പ് പോകുന്നുണ്ട്, ഗോതമ്പാക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ വെല്ലമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് സെറ്റായിട്ട് കിട്ടൂല. അപ്പം അങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇത് അരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഗോതമ്പിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇതൊരു വിസിലടിച്ചിട്ട് 25 മിനിറ്റ് വെച്ചിട്ട് ഇതിൻ്റെ ആവിയും കാര്യങ്ങളും പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കടലപ്പരിപ്പില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെല്ലമില്ലേ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ചേർക്കുന്നത് കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ. ഇതൊരു 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പിൻ്റെ അടുത്തുണ്ട്. അത് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ലൂസായി പോകണ്ട. അപ്പോൾ അതൊന്ന് തേങ്ങാപ്പാലൊന്ന് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതാ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പം ഞാൻ ഇതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേന്ത്രപ്പഴം ഇഷ്ടമല്ലെങ്കിൽ ഇത് ചേർക്കണമെന്നേ ഇല്ല കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു പഴം ഇതിൽ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ലാസ്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കായ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ 2 ഏലക്കായ് ഒന്ന് കുത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ് പൊടിച്ചതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരും. എന്നിട്ട് ഇതൊന്ന് ഒരു 5-10 മിനിറ്റ് അങ്ങനെ വെക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാനും അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാനും എങ്ങനെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ഇത് ചിലവർക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്നുള്ളത് തോന്നുന്നുണ്ടാവില്ലേ. അപ്പോൾ ഈ ഒരു അളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇതെന്തായാലും ഫ്ലോപ്പ് ആവില്ല, അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇത്രയൊന്നും വേണ്ടാന്നില്ലെങ്കിൽ ഒരു കപ്പ് വെച്ചിട്ട് എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് പകുതി വെച്ചിട്ട് ആക്കിയാലും മതി. അപ്പോൾ ഇതാ അതാക്കി പിന്നെ ഇതാ ചായലും ഉണ്ടാക്കി എല്ലാം ഒന്ന് സെർവ് ചെയ്ത് നമ്മൾ ചായലും കുടിക്കലാന്ന്. അപ്പോൾ ചായയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നറിനേക്കുള്ള ഫുഡെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഗ്രീൻ പീസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കലാണ്. അപ്പോൾ കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഗ്രീൻ പീസ് കുക്കാവുന്ന ടൈമിൽ ഇതിലേക്കുള്ളൊരു ഗ്രേവി ഒരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു 2 പീസ് പട്ട, 2 കറാമ്പ്, ഒരു ഏലക്കായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതൊരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 തക്കാളിയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചേർത്തിട്ട് വീണ്ടും മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു 10-12 കാഷ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ ചൂടിലും പോയിട്ട് ഇത് മിക്സിയിൽ അടിച്ചെടുക്കലാണ്. ആദ്യം ഇതൊന്ന് വെള്ളമൊന്നും ചേർക്കാണ്ട് പ്ലെയിനായിട്ട് ഇങ്ങനെ ഒന്ന് തിക്കായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പോരാന്നുണ്ടെങ്കിൽ കറിയിൽ വെച്ചിട്ട് നമുക്ക് കറിയിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പം ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ ഇതിപ്പോൾ ഇതാ ഗ്രീൻ പീസ് ഒരു 3/4 വേവാകുന്ന സമയത്താണ് കേട്ടോ ഞാനിത് ഓഫാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ഐറ്റംസും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വല്ലാണ്ട് അത് റെഡി ആയിനെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഈ ഒരു വെജീസ് മാത്രം ചേർത്തിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബീൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് ഇട്ടിനെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്നില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഞാനിപ്പം ഓരോന്നായിട്ട് ഒരുമിച്ച് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഗ്രീൻ പീസും ഈ ഒരു വെജീസെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഒരു ഉള്ളി തക്കാളിയൊക്കെ മിക്സില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ഒരു വലിയൊരു കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് ഇതൊന്ന് കാച്ചി വയ്ക്കുക. ഞാനിപ്പോൾ ഒരു വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ ബീഫ് കറിക്കുള്ളൊരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതൊരു പാൻ അടുപ്പിലേക്ക് വെക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകില്ലേ അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് പട്ട, ഗ്രാമ്പു, കറാമ്പു ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ രീതിയിൽ ഇതൊന്ന് വറുത്തെടുക്കുക. പിന്നെ ഇത് വറുത്തെടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടൊക്കെ പോയിട്ട് ഇതൊന്ന് പൊടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാനുള്ള കുക്കർ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്ന ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ബീഫ് കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നോർമൽ ബീഫ് കറിക്ക് ആക്കുന്ന പോലെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക.
ബീഫ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന ടൈം ഒരു വിസിൽ പോയിട്ട് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. ഇന്ന് ബീഫിൻ്റെ ലിവറും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുക്കറിലേക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇന്നിപ്പം ബീഫ് കറി, ഗ്രീൻ പീസ് കറി, അതുപോലെ തന്നെ ലിവർ ഫ്രൈ ആണ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നെയ്ച്ചോറും അതുപോലെ തന്നെ കുറച്ച് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഇഷ്ടമില്ലാത്തവർക്ക് നെയ്ച്ചോറ് കഴിക്കാം. അങ്ങനെ കുട്ടികൾക്കൊന്നും ചപ്പാത്തിയോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് 2 തരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒന്ന് അതിൻ്റെ അടിയിൽ തന്നെ ഒന്ന് നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കിയെടുക്കലാന്ന് കേട്ടോ. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ കുറേ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് അളന്നെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളമൊക്കെ അളന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതിലേക്ക് വെളിച്ചെണ്ണയും ഗീയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും ഏലക്കായും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അരിയും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ബീഫെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി പണിയുണ്ട് കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഒരു മസാലേൻ്റെ മിക്സിലെ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ബീഫും ഈ ഒരു ഗ്രേവിയും ഇല്ലേ അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പൊടിച്ച് വെച്ച മിക്സ് ആ ഒരു പൗഡർ ഫുള്ളായിട്ട് ചേർക്കണമെന്നില്ല, നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് എന്താ പറയുക, നന്നായി തിളച്ച് ഒരു കറീൻ്റെ ഒരു ടെക്സ്ചർ ആവുന്ന സമയത്ത് നമ്മൾ ഓഫാക്കണ്ട. ആ ഒരു സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് ഈ ഒരു കറിയിൽ നല്ല ഈ ഒരു ബീഫിൽ ഈ ഒരു മസാലയൊക്കെ പിടിച്ച് നല്ലൊന്ന് സെറ്റായിട്ട് വരും. അത്ര ടൈം എന്തായാലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ലിവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇതൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കേട്ടോ, വെള്ളത്തോടെ അല്ല, വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതൊന്ന് വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടി ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സ്ലോലി ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് നല്ല എന്താ പറയുക, ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുന്നതാണ്. അപ്പം ഇതിലിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യാനൊന്നുമില്ല. ലാസ്റ്റ് ഒന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാനില്ല. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് എന്താ പറയുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിലേക്ക് പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റായിട്ട് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സെയിം എന്താ പറയുക, ജസ്റ്റ് ഇട്ട് ഇളക്കി കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഫാസ്റ്റായിട്ട് കാണിച്ചേട്ടാ. അപ്പം അതിൽ ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുന്നതിൽ അത്ര മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ആയിട്ട് ആക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ലിവർ ഫ്രൈയും കൂടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കലാന്ന് കേട്ടോ. എന്താ പറയുക, മൾട്ടി ടാസ്കിങ് പോലെയാണ്. കാരണം എന്താ പറയുക, ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആകാൻ വേണ്ടിയിട്ട് ഓരോ അടുപ്പിൽ ഓരോ സാധനം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചപ്പാത്തി വന്നിട്ട് ഉണ്ടാക്കുന്നത്. ഞാനിപ്പം നെയ്ച്ചോറുള്ളതുകൊണ്ട് തന്നെ 2 കപ്പ് ചപ്പാത്തി, 2 കപ്പ് അളവിനാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ആശീർവാദിൻ്റെ ചപ്പാത്തി പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏതെടുത്താലും നമ്മൾ പൊടിച്ചിട്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. അപ്പം അതെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം ഒരു കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ചും കൂടി നല്ലത് ഇളം ചൂടുവെള്ളം തന്നെയാണ്. കാരണം നമുക്ക് കൈയൊന്നും പൊള്ളാണ്ട് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം. അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചപ്പാത്തി ഒന്നും കൂടി സോഫ്റ്റ് ആവണമെങ്കിൽ ഇതിലേക്ക് ഓയിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. പക്ഷെ ഞാൻ ചേർക്കലില്ല. ഞാനിപ്പം ഇത് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കലുള്ളൂ കേട്ടോ. അപ്പം ചൂടുവെള്ളം ഒരുമിച്ച് ഒഴിക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതാ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഓരോരോ ബോൾസാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് റൗണ്ടായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഞാനൊരു ഷോർട്സിൽ ഈ ഒരു ചപ്പാത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടിപ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമോ എന്നുള്ളത്. ഞാനിപ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കൽ. പിന്നെ ഓയിലൊക്കെ ചേർത്താൽ ഒന്നുകൂടി സോഫ്റ്റ് ആവുമെന്ന് പറയലുണ്ട്. പക്ഷേ നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് ഓയിലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കലൊന്നുമില്ല. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയലുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ ഇത് പരത്തിയെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ ഇത് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ എന്തായാലും ഫുള്ളായിട്ട് തന്നെ കാണുക. കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. റെസിപ്പീസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പാത്രങ്ങളെ കുറിച്ചിട്ടോ അങ്ങനെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക. അപ്പം ഇപ്പം പറയുന്ന പോലെ തന്നെ എന്താ പറയുക, എല്ലാവരും ചാനലൊക്കെ കാണുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.